പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ദേവി പ്രണാമ ദേവ്യഷ്ടകം എന്ന കൃതിയിലെ ഒന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പാദഭക്തജനപാലനാധികപരായണ ഭവഭയാപഹ പൂതമാനസപുരാണപൂരുഷ പുരന്ദരാദിപുരുപൂജിത സാധു സാധിത സരസ്വതി സകല സമ്പ്രദായ സമുദാഹൃത ശാതശാരദ ശശാങ്കശേഖര ശിവ ശിവ ശിവമുദീയതാം. പാദഭക്തജനപാലനാധികപരായണ ഭവഭയാപഹ പൂതമാനസപുരാണപൂരുഷ പുരന്ദരാദിപുരുപൂജിത സാധു സാധിത സരസ്വതി സകല സമ്പ്രദായ സമുദാഹൃത ശാതശാരദ ശശാങ്കശേഖര ശിവ ശിവ ശിവമുദീയതാം. ആദ്യമായി നമുക്ക് ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. പാദഭക്തജന പാലനാധികപരായണ, പാദഭക്തന്മാരായ ജനങ്ങളെ പാലിക്കുന്നതിൽ അതീവ ശ്രദ്ധയോടുകൂടിയവൾ. ഭയഭയാപഹ, ഭവഭയങ്ങളെ അപഹരണം ചെയ്യുന്നവൾ അഥവാ സംസാര ദുഃഖങ്ങളെ കവർന്നെടുക്കുന്നവൾ. പൂതമാനസ, ശുദ്ധമാനസ, ശുദ്ധജ്ഞാന സ്വരൂപിണി. പുരന്ദരാദി പുരാണപൂരുഷ പുരുപൂജിത, പുരന്ദരൻ മുതലായ പുരാണപുരുഷന്മാരാൽ അധിക പൂജ ലഭിക്കുന്നവൾ, അല്ലെങ്കിൽ ഈ പുരാണപുരുഷന്മാർ അധികമായി പൂജ നൽകുന്നവൾ. പുരു, ധാരാളമായി. സാധു സാധിത സരസ്വതി, സാധുവും സാധിതവുമായ രസാനുഭവ സ്വരൂപം പൂണ്ടവൾ എന്നാണ് സരസ്വതി. വിദ്യാദേവത എന്നർത്ഥമുണ്ട്. കാരണം സർവ സാരങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ അത് എല്ലാ തരത്തിലുമുള്ള അർത്ഥസാരം എന്ന വിശാലമായ അർത്ഥത്തെ സ്വീകരിക്കുമ്പോൾ സരസ്വതി വിദ്യാദേവിയായി ഭവിക്കും. സകല സമ്പ്രദായ സമുദാഹൃത, സർവസമ്പ്രദായങ്ങളിലൂടെയും, അതായത് വേദോപനിഷത്തുക്കളിലെല്ലാം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഉപാസനാ സമ്പ്രദായങ്ങളിലൂടെയെല്ലാം നല്ലവണ്ണം ഉദാഹരിക്കപ്പെടാവുന്നവൾ. ശാതശാരദ ശശാങ്കശേഖര ശിവ. ശാതമെന്ന് പറഞ്ഞാൽ ചാണയാണ്. ശാതശാരദം, ചാണയ്ക്ക് വച്ചതുപോലെ തെളിവാർന്ന ശരത്കാല ചന്ദ്രനാണ്. അങ്ങനെയുള്ള ചന്ദ്രനെ ശശാങ്കശേഖര ശിവ എന്ന് പറയുമ്പോൾ ചന്ദ്രനെ ശിരസിൽ ചൂടിയ ശിവൻ്റെ ഭാര്യയായുള്ളവൾ എന്നാണ്. ശരത്കാല ചന്ദ്രനെ ശിരസിൽ ചൂടിയ ശിവഭഗവാന്റെ ഭാര്യ. ശിവ, ശിവാംബിക. ശിവം ഉദീയതാം, മംഗളത്തെ ഉദിപ്പിക്കുമാറാകട്ടെ. ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. പാദഭക്തന്മാരായ ജനങ്ങളെ പരിപാലിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുവും
സംസാര ദുഃഖങ്ങളെയെല്ലാം കവർന്നെടുക്കുന്നവൾ പൂതമാനസയും, അതായത് ശുദ്ധജ്ഞാന സ്വരൂപിണിയും പുരാണ പുരുഷന്മാരായ ത്രിമൂർത്തികളാൽ പൂജിക്കപ്പെടുന്നവൾ, സാധുവും സാധിതവുമായ രസാനുഭവങ്ങളുടെയെല്ലാം സ്വത്വസ്വരൂപത്തോടുകൂടി വിരാജിക്കുന്നവൾ, സകല ഉപാസനാ സമ്പ്രദായങ്ങളിലൂടെയും സാക്ഷാത്കരിക്കപ്പെടാവുന്നവളും, തെളിവാർന്ന ശരത്കാല ചന്ദ്രനെ ശിരസിൽ അലങ്കാരമാക്കിയിട്ടുള്ള ശിവൻ്റെ ഭാര്യയും ശിവാംബികയുമായ ദേവി മംഗളം ഉദിപ്പിക്കുമാറാകട്ടെ. ദേവിക്ക് സരസ്വതിയുടെയും ശിവാംബയുടെയും ഭാവരൂപങ്ങൾ നൽകി വാഴ്ത്തി സ്തുതിക്കുന്ന ഒരു ശ്ലോകമാണിത്. ശ്ലോകത്തിലെ ഓരോ വരിയും ശ്രദ്ധാപൂർവം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഗുരു വെളിപ്പെടുത്തി തരുന്ന ദേവീഭാവത്തെ നമുക്ക് അതേപടി സാക്ഷാത്കരിക്കാൻ സാധിക്കൂ. പാദഭക്തജനപാലനാധിക പരായണ ഭവഭയാപഹ എന്ന സംബോധനയോടുകൂടിയാണ് ഈ കൃതി സമാരംഭിക്കുന്നത്. പാദഭക്തന്മാരായ ജനങ്ങളെ പരിപാലിക്കുന്നതിൽ അതീവ തൽപരയും ഭവഭയങ്ങളെയെല്ലാം അപഹരിക്കുന്നവളുമാണ് ദേവി എന്നാണ് ഈ വരിയുടെ വാച്യാർത്ഥം. ദേവീതത്വം ശരിയായി മനസ്സിലാക്കുകയും മനസ്സിലാക്കിയ താത്വിക ബോധനിലയിൽ നിന്ന് വ്യതിചലിക്കാതെ ജ്ഞാനഭക്തിയിൽ അഭിരമിക്കുകയും ചെയ്യുന്ന ജ്ഞാനികളെയാണ് പാദഭക്തജനം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. താമരയിൽ പാദങ്ങൾ ഉറപ്പിച്ചു നിൽക്കുന്ന നിലയിലാണ് ദേവി ചിത്രീകരിക്കപ്പെട്ട് കാണുന്നത്. താമര ഹൃദയപ്രതീകമാണ്. യോഗശാസ്ത്രപ്രകാരം അനാഹത ചക്രം സ്ഥിതി ചെയ്യുന്നത് ഹൃദയാക്ഷത്തിലാണ്. ജ്ഞാനസ്വരൂപിണിയായ ദേവിയെ ഹൃദയപത്മത്തിൽ ഇരുത്തി അനുസന്ധാനം ചെയ്യുന്ന ഭക്തന്മാരാണ് പാദഭക്തന്മാർ. ഭക്തിക്ക് ശ്രവണഭക്തി, കീർത്തനഭക്തി, സേവനഭക്തി, സ്മരണാഭക്തി, അർച്ചനാഭക്തി, വന്ദനഭക്തി, ദാസ്യഭക്തി, സഖാഭക്തി, ആത്മനിവേദന ഭക്തി എന്നിങ്ങനെ 9 ഭാവങ്ങളും സാത്വികി, രാജസി, താമസി, ഗുണാതീത എന്നിങ്ങനെ 4 ഭേദങ്ങളുമുണ്ട്. ജ്ഞാനഭക്തന്മാരും ഗുണാതീത ഭക്തന്മാരുമാണ് ഭക്തശ്രേഷ്ഠന്മാർ എന്നുള്ളതുകൊണ്ട് അത്തരം ഭക്തന്മാരെ പരിപാലിക്കുന്നതിൽ ദേവി കൂടുതൽ തൽപരയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദേവിയെ ജ്ഞാനസ്വരൂപിണിയാണെന്ന ഭാവത്തിൽ, അല്ലെ ദേവിയെ ജ്ഞാനസ്വരൂപിണിയായി തന്നെ സാക്ഷാത്കരിക്കണം എന്ന സന്ദേശമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഭവഭയാപഹ എന്ന പദത്തിൻ്റെ വാഗർത്ഥം ഭവഭയങ്ങളെ, അതായത് സംസാര ദുഃഖങ്ങളെ കവർന്നെടുക്കുന്നവൾ എന്നാണ്. ഭയങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്നത് അറിവില്ലായ്മയാണ്. ജ്ഞാനാഗ്നിയിൽ ചുട്ടു നശിപ്പിക്കാൻ സാധിക്കാത്ത ഭയങ്ങളൊന്നും തന്നെ ഇല്ല. ജ്ഞാനസ്വരൂപിണിയായ ദേവിയെ സാക്ഷാത്കരിച്ചാൽ അഭയ പദപ്രാപ്തി സംസിദ്ധമായി തീരുന്നതാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൂതമാനസ പുരാണപൂരുഷ പുരന്തരാദി പുരുപൂജിത എന്ന വരിയുടെ വ്യാഖ്യാനം ഇനി നോക്കാം. പുരാണപുരുഷന്മാരായ പുരന്തരാദികളാൽ ധാരാളമായി പൂജിക്കപ്പെടുന്നവളും ശുദ്ധമാനസയും, അതായത് ശുദ്ധജ്ഞാന സ്വരൂപിണിയും ആകുന്നു ദേവി എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ വാച്യാർത്ഥം. അജ്ഞാന നിഴൽ സ്പർശം പോലും ഏൽക്കാത്ത മനസ്സാണ് പൂതമാനസം. പുരന്തരൻ എന്ന പദത്തെ പുരം ദരൻ എന്നിങ്ങനെ ഇഴവിരിക്കുമ്പോൾ പുരത്തെ കീറി മുറിച്ചവൻ എന്ന അർത്ഥം സിദ്ധിക്കുന്നു. പുരത്തിന് ശരീരമെന്നും നഗരം എന്നും അർത്ഥമുണ്ട്. ത്രിപുരദഹന കഥയിലെ ശിവൻ പുരാണപ്രസിദ്ധനായ പുരന്തരനാണ്. ഇന്ദ്രനെയും വിഷ്ണുവിനെയും അഗ്നിയെയും ശിവനെയും പുരന്തരന്മാരായി പുരാണങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പുരമെന്ന പദത്തിന് ശരീരം എന്ന അർത്ഥം
നൽകുമ്പോൾ ദേഹോഹബോധത്തെ ഉന്മൂലനം ചെയ്യുന്നവൻ അഥവാ ബ്രഹ്മൻ തന്നെയാണ് പുരന്ദരൻ. ചുരുക്കി പറഞ്ഞാൽ ത്രിമൂർത്തികൾ മൂവരും പുരന്ദരന്മാരാണ്. ആദിപരാശക്തിയിൽ നിന്നുമാണ് ത്രിമൂർത്തികൾ ആവിർഭൂതരായത് എന്ന് ശാക്തേയ പുരാണം ഉദ്ഘോഷിക്കുന്നുണ്ട്. ഉൽപ്പത്തി കഥയിൽ സർവലോക ജനനീഭാവം പകർന്നാടുന്ന ദേവിയെ ത്രിമൂർത്തികൾ ഉൾപ്പെടെ സർവരും പൂജിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനെ ശാക്തേയ പുരാണത്തിലെ ഉൽപ്പത്തി കഥയുമായി ചേർത്ത് വെച്ച് വായിച്ചറിയേണ്ടതാണ്. ജനനി നവരത്ന മഞ്ജരിയിൽ ഇതേ ആശയത്തെ വേറൊരു തരത്തിലാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. സർവം ദേവീമയം എന്നാണ് ഈ വാഴ്ത്തലിൻ്റെ പൊരുൾ. സാധുസാധിത സരസ്വതി സകല സമ്പ്രദായ സമുദാഹൃത എന്നാണ് തുടർന്ന് ദേവിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജ്ഞാനസാക്ഷാത്കാരത്തിനായി പുരാണേതിഹാസങ്ങളിലും വേദോപനിഷത്തുക്കളിലും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സാമ്പ്രദായിക വിദ്യകളിൽ ഏതു വിദ്യയെ അവലംബിച്ചാലും ദേവീ സാക്ഷാത്കാരം സാധുവും സാധിതവുമായി തീരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സർവമതസാരവും ഏകം എന്ന ഗുരുവാക്യപ്പൊരുൾ തന്നെയാണ് സകല സമ്പ്രദായ സമുദാഹൃത എന്ന വാക്യത്തിൻ്റെയും പൊരുൾ. ശാതശാരദ ശശാങ്കശേഖര ശിവ ശിവ ശിവമുദീയതാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത്. ശാതശാരദം എന്ന പദത്തിൻ്റെ വാഗർത്ഥം ചാണയ്ക്ക് വെച്ച് തിളക്കിയെടുത്ത ശരചന്ദ്രൻ എന്നാണ്. മേഘവിമുക്തമായ ആകാശത്തിൽ പ്രതിബിംബിക്കുന്ന ശരത്കാല ചന്ദ്രബിംബം എന്ന് ഈ ആലങ്കാരിക പ്രയോഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടതാണ്. തെളിമയാർന്ന ശരത്കാല ചന്ദ്രനെ ശിരോലങ്കാരമാക്കിയിട്ടുള്ള ശിവാംബയാണ് ശാതശാരദ ശശാങ്കശേഖര ശിവ. ശശത്തിൻ്റെ, അതായത് മുയലിൻ്റെ അടയാളമുള്ള ചന്ദ്രനെ മുടിക്കെട്ടിൽ ചൂടി വിരാജിക്കുന്നവനാണ് ശശാങ്കശേഖരൻ. ശരത്കാല ചന്ദ്രബിംബത്തെ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു മുയൽ അടയാളം കാണാൻ സാധിക്കുന്നതാണ്. പ്രകൃതി വിധാനം ചെയ്തു വച്ചിരിക്കുന്ന ഒരു പ്രതീക ബിംബസൂചകമാണ്, അല്ലെങ്കിൽ ഒരു കാവ്യബിംബം തന്നെയാണ് ആ മുയലടയാളം. മുയലിൻ്റെ ചാടിച്ചാടിയുള്ള സഞ്ചാരം വൃദ്ധിക്ഷയാത്മകമായ ജഗത് വിലാസത്തെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. കാലപ്രവാഹഗതിയിലെ ഋതുഭേദങ്ങളും ആവർത്തന നൈരന്തര്യവും ദ്യോതിപ്പിക്കുന്ന നൈസർഗിക കാവ്യബിംബമാണ് തരംഗരൂപത്തിലുള്ള മുയൽച്ചാട്ടത്തെ പ്രതീകവൽക്കരിക്കുന്ന ചന്ദ്രബിംബത്തിൽ അങ്കിതമായ ശശം അഥവാ ശശാങ്കം. സൃഷ്ടിന്മുഖ സംഹാരാത്മകവും ചാക്രികവുമായ പ്രാപഞ്ചിക നൈരന്തര്യ പ്രതീകമായ കാവ്യബിംബമാകുന്നു ശശാങ്കശേഖര ശിവ എന്നു സാരം. വിശ്വവിധാനീയതയിലെ അത്ഭുതകരമായ ഈ മംഗളാത്മകത അഭംഗുരം തുടരുമാറാകട്ടെ എന്നാണ് ശ്ലോകത്തിൻ്റെ അവസാന പകുതിയിൽ പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.